പ്രധാന തസ്തികകളിൽ ജീവനക്കാരില്ലാതെ തൊടുപുഴ നഗരസഭാ പ്രവർത്തനം പ്രതിസന്ധിയിൽ. UDF ഭരണസമിതി അധികാരത്തിലെത്തിയ ശേഷം പലവിധ കാരണങ്ങളാൽ നഗരസഭയിൽ ജീവനക്കാരില്ലാതായി. മാസങ്ങൾ പിന്നിട്ടിട്ടും പകരം ആളെ എത്തിക്കാനായിട്ടില്ല. ഇതിനിടയിലാണ് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും തമ്മിലുള്ള പോരും ഭരണസമിതിക്കുള്ളിലെ മറ്റ് ഭിന്നതകളും. UDF നേതൃത്വം നൽകുന്ന ഭരണസമിതി അധികാരമേറ്റ അതേ മാസം സെക്രട്ടറി പ്രമോഷനായി പോയി. ജനറൽ സൂപ്രണ്ടിനായിരുന്നു പകരം ചുമതല. ഇദ്ദേഹം വിരമിച്ചു. പിന്നീട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MB ജോസിനായിരുന്നു സെക്രട്ടറിയുടെ അധിക ചുമതല. ഇയാളെ കഴിഞ്ഞ ദിവസം കൈക്കൂലി കേസിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ റിമാൻഡിലാണ്. ഇതോടെ ഒരേ സമയം സെക്രട്ടറിയുടെയും AXയുടെയും സേവനം ഇല്ലാതായി. കൗൺസിൽ യോഗം നടത്തേണ്ടതും നഗരസഭയുടെ നിയമപരമായ എല്ലാ കാര്യങ്ങളും നിർവഹിക്കേണ്ടതുമായ സെക്രട്ടറി തസ്തിക അനാഥമാണിപ്പോൾ. ഉദ്യോഗസ്ഥരുടെയും നഗരസഭയുടെയും ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യേണ്ട ജനറൽ സൂപ്രണ്ട് തസ്തികയും ഒഴിഞ്ഞുകിടക്കുന്നു. റവന്യൂ സൂപ്രണ്ട് ഇല്ലാതെയായിട്ട് 2 മാസത്തിലേറെയായി. നിലവിലെ AE എംപ്ലോയ്മെന്റ് നിയമനമാണ്. ഇവരുടെ സേവനം നഗരസഭയ്ക്ക് കിട്ടുന്നില്ലെന്ന് കൗൺസിലർമാർക്കിടയിൽ തന്നെ ആക്ഷേപവുമുണ്ട്. ഭരണസമിതി അവതരിപ്പിച്ച ബഡ്ജറ്റ് പദ്ധതികൾ പോലും അനിശ്ചിതത്വത്തിലാണിപ്പോൾ. 1 ഇഞ്ച് മുന്നേറാനാകാതെ നഗരസഭയിൽ വികസനമില്ലെന്ന് കഴിഞ്ഞ കൗൺസിലിൽ തുറന്നു സമ്മതിക്കുകയായിരുന്നു കൗൺസിലർമാർ. മുതിർന്ന അംഗങ്ങളടക്കം ഇത് ശരിവെച്ചു. പ്രധാനപ്പെട്ട തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നത് ഇതിന് കാരണമാണ്. പുല്ലും കാടുവെട്ടലുമല്ലാതെ മറ്റൊരു വികസനവുമില്ലെന്നായിരുന്നു പ്രധാന ആക്ഷേപം. അധിക വരുമാനം ലഭിക്കുന്ന ഒരു പദ്ധതി പോലും രൂപീകരിക്കാനായിട്ടില്ല. കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലേക്കാണ് നഗരസഭ പോകുന്നതെന്ന ആക്ഷേപവും കൗൺസിലർമാർ ഉന്നയിക്കുന്നു. കൈരളി ന്യൂസ്, ഇടുക്കി.